കാണാമല്ലോ. എന്തായാലും ഞങ്ങളെ അങ്ങനെ വിളിക്കുന്നതിന് ഇതിന് മോശമാണ്. ഇഷ്ടമല്ല. ഇത് പണ്ടാരെങ്കിലും വിളിക്കാം. 1-2 പള്ളി നടക്കലല്ലേ. ഒന്നിനെ തന്നെ കിട്ടാൻ പാടാം. എവിടെയാണ് ഉള്ളത്? പാറപ്പുറം. പാറപ്പുറം എന്നത് മകന്റെ പേരാണ്. അതൊരു ചെറിയ വയലല്ലേ. ഇത് വലിയ വയല. ആരാക്കിന് വലുത് എന്താ വലിയ പള്ളിയാണെന്ന് കരുതി ഓരോ വർഷത്തിൽ 2 വാങ്ങുന്നുണ്ടോ? 5000 രൂപ ഉണ്ടോ? എന്തായാലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ നെല്ലോട്ടൊന്ന് പോരാൻ പറഞ്ഞു. കുഴപ്പം ഞാൻ പറയുന്നത് അവർക്ക് നോക്കൂല, അവർ പറയുന്നത് എനിക്ക് നോക്കൂല. എങ്ങനെയെങ്കിലും ഇപ്പല്ലേ പുൽപ്പുഴാനിലെ എന്റെ കുടുംബങ്ങൾ കൊടുത്തു. എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നില്ല. അവന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഒട്ടും പറയില്ല. എന്താ 5-6 കൊല്ലം വളരെ ചോദിന് ഇപ്പൊ പിന്നെ ശിഷ്ടന്മാരെ എന്നെ കിട്ടില്ല. ഇതുപോലെ ശിഷ്ടന്മാരാണ് ഞങ്ങൾക്ക് ആവശ്യം. അതാണ് ഞങ്ങൾക്ക് പറഞ്ഞോ. ഓ വല്ലാത്ത കൂറെന്ന് പറയായിരുന്നു. അതുമില്ല, മണവിന് കൂടിയാൽ മതി. എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലായോ? അതികളോ അംഗീകാരിച്ച് പറഞ്ഞോ. സാമാജികരുടെ മനസ്സിലാക്കാതെ ഗുണക്കൊണ്ടുള്ള മനസ്സിലായാണ്. സമാജ പറഞ്ഞതാ. നല്ലത് ഞാൻ ഭയങ്കര സമാജക്കാരനാ. ഇയാളെ സമാജത്തിൽ തിരക്ക് കൊണ്ട് നടക്കുന്നുണ്ട്. പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ മുഴുവൻ പറഞ്ഞില്ല. ഇതായിട്ട് കുറ്റവാ പള്ളി ചെയ്യും. അവർ പോയിക്കായി ഇതൊക്കെ പറഞ്ഞു വരും. അത് 1500 ഒപ്പിച്ചു തരും. പറ്റൂല. 100 വെച്ച് മാസം 3000 കിട്ടണം. അതൊന്നും കണക്കാക്കാൻ പറ്റില്ല. അന്നത്തെ നേരത്തെ സമയത്ത് നടക്കണമെങ്കിൽ പള്ളിയിൽ പണിക്ക് പുറമെ ബ്രോക്കർ പണിക്കൂടി തുറന്നെങ്കിൽ എന്നെങ്കിലും നിങ്ങൾ കാര്യം ചെയ്യണം. എനിക്ക് ശമ്പളം തന്നെ വേണ്ട. നിങ്ങൾക്ക് ഗ്യാരണ്ടി വേണം. ഒരിക്കലും തല്ലിക്കൊന്നെങ്കിലും ഞാൻ പറഞ്ഞ അതല്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യും. 1500 വർദ്ധിക്കും. അതിന്മേൽ ഞാൻ ചോദിക്കണം. ഞാൻ നിങ്ങൾ കഷ്ടപ്പെടേണ്ട. ഞാൻ പറഞ്ഞതിൽ ഞാൻ പൈസ ഓർക്കണം. ഇങ്ങനെ ഒക്കാതെ ചിലവും താമസവും കഴിച്ചിട്ടില്ലേ? കിടക്കാതെ കയറിയല്ല. പിന്നെ എന്നെ പ്രതീക്ഷിച്ച് കഴിയുന്ന ഉമ്മ, പാപ്പ, ഭാര്യ, മക്കൾ പിന്നെ കാത്തിരിക്ക് ജീവിച്ചോ? മുട്ടിയല്ലേ? നിങ്ങളുടെ നാട്ടിൽ സാധാരണ കൂലിപ്പണിക്കാരന് എത്രയാ വേറെക്കൂലി? 450-500. അന്നെത്രയാ കൂടുതൽ ലഭിക്കില്ല, മരിക്കില്ല. ചുരുങ്ങിയത് 35 മാസമൊക്കെ വരും. എനിക്ക് ശമ്പളം കൂടുക 40ന്റെ അടി 7ന്റെ ശമ്പളം വന്ന് എനിക്ക് കിട്ടുമോ? മനുഷ്യന്മാരൊക്കെ ജീവനക്കാർക്ക് കണ്ടാലും കിട്ടുമോ? അതില്ല. ആശുപത്രി ഞങ്ങൾക്ക് ഇതിന് ചികിത്സയുണ്ടോ? അത് ഒട്ടുമില്ല. ഏതടിസ്ഥാനത്തിലാ മനുഷ്യന്മാരെ? ഞങ്ങൾക്ക് മാത്രം ഈ കുറഞ്ഞ കൂലി. പേരിന് മൂല്യമാരും അമൂല്യത്തിൽ മാഞ്ഞരും കുടുംബത്തിൽ കൂടാൻ വേണ്ടി വേറെ പണി നോക്കേണ്ടി വരും. ഞങ്ങളത്രയും ചിന്തിച്ചില്ല. വല്ലാത്തെങ്ങനെ വിളിച്ചില്ല. അക്കളത്തിന് പുറമെ ഭയം നടക്കേണ്ടി വരും. വന്ന കൂടി കച്ചവടം ഹോസ്പിറ്റലിനോട് കൂട്ടി പോയി. എനിക്ക് 2 കൂട്ടർക്കും നന്ദി. ഇവർക്ക് നന്ദി. ഞങ്ങൾക്ക് എങ്ങനെ നന്ദിമായ ശമ്പളമില്ലാതെ പ്രശ്നങ്ങളും പാരാർത്ഥങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നതിനിടയിൽ പല ജീവനക്കാരും 100% തൊഴിൽ ശ്രദ്ധ ചേർക്കാൻ കഴിയുന്നില്ല. മാന്യമായ ശമ്പളം കൊടുത്താൽ ആ വർഷം ഇരിക്കില്ലല്ലോ. എന്നാൽ തൽക്കാലം വരില്ലാലോ. എന്താ വരിക? നഷ്ടമാകും ഭയങ്കര തോന്നിയില്ല. ഒരു തിരക്കില്ല. വെച്ചിട്ടേ പോകുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞല്ലേ ശമ്പളം.